ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഹെൽത്തി ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. പയറും ഉലുവയും മുളപ്പിച്ചെടുത്ത ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പയറും ഉലുവയും മുളപ്പിച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ ഈ ഒരു കപ്പ് അളവിൽ പയർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉലുവയും എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് അളവിൽ. ഇത് രണ്ടും ഒരു 1 നൈറ്റ് ഫുള്ള് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം, കുതിർക്കാനായിട്ട് വെക്കണം. വൺ നൈറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് കഴുകി ചേഞ്ച് ചെയ്യുക. എന്നിട്ട് അരിപ്പയിലോട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം വെള്ളം വാർക്കാനായിട്ട് വെക്കുക. ആ അരിപ്പയിൽ വെച്ചാൽ തന്നെ നമ്മുടെ പയർ മുളച്ച് വരും ഒരു ഡേ ഫുള്ള്. ഇത് കണ്ടോ, ഒരു 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം മുളച്ച് വന്നിട്ടുണ്ട് നമ്മൾ പയറും ഉലുവയൊക്കെ. ഇനിയൊരു 12 മണിക്കൂർ കൂടി വെച്ചാൽ നല്ല രീതിക്ക് മുളച്ച് വരും. ഇത് കണ്ടോ, ഒരു ഡേ കഴിഞ്ഞപ്പോൾ നല്ല രീതിക്ക് മുളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഉപ്പേരിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ആദ്യം തന്നെ ഒരു കടായി വെക്കുക. കടായി ഒന്ന് ചൂടായ ശേഷം നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായ ശേഷം 1 സ്പൂൺ കടുക് ആഡ് ചെയ്യുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ മുളപ്പിച്ച് വെച്ചിരുന്ന പയറും ഉലുവയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ പാകത്തിന് വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് സിമ്മിലിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ 1/2 സ്പൂൺ കായവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അവസാനം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അവസാനം കുറച്ച് തേങ്ങാപ്പേരിയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ എൻ്റെ വീഡിയോ ഇടുമ്പോഴേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. താങ്ക്